അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഠിനമായ ശത്രുതയുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പലർക്കും നബി തങ്ങളോട് ശത്രുത ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ദൂരെ നിന്ന് നബി തങ്ങളെ വീക്ഷിച്ചവരാ, നബി തങ്ങളെ തെറ്റിദ്ധരിച്ചവരാ. തങ്ങളോട് ചേർന്ന് നിന്ന, തങ്ങളുടെ സാമീപ്യം കരസ്ഥമാക്കിയ ഒരാൾക്കും നബി തങ്ങളോട് ശത്രുത ഉണ്ടായിട്ടില്ല. അവരെല്ലാം ശത്രുക്കളായി എത്തിയിട്ടുണ്ടെങ്കിൽ മിത്രങ്ങളായിട്ടാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ നബി തങ്ങളെ വല്ലാതെ വധിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഫുദാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ശത്രുത വെച്ച് പുലർത്തിയിരുന്നു. വല്ലാത്ത വൈരാഗ്യമായിരുന്നു അയാൾക്ക്. നബി തങ്ങളെ വധിക്കാൻ അവസരം കാത്തിരിക്കുമ്പോഴാണ് മക്ക വിജയം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളും വല്ലാതെ സന്തോഷിച്ച ആഹ്ലാദഭരിതരായ ദിവസമാണ് മക്ക വിജയം. അന്ന് തന്നെ നബി തങ്ങളെ വധിക്കണമെന്ന് ഫുദാല ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ ഇടയിലേക്ക് ഫുദാലയ്ക്ക് ചെല്ലാൻ കഴിയില്ല. കാരണം ശത്രുതാണെന്ന് സഹാബാക്കൾക്കറിയാം. അതുകൊണ്ട് ഇയാൾ ഉറക്കെ പരസ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാണെന്ന് എല്ലാവരെയും അറിയിച്ചു. ഉള്ളിൽ ഈമാനില്ല. അങ്ങനെ നബി തങ്ങളെ വധിക്കുന്നതിന് വേണ്ടി ഫുദാല കാത്തിരിക്കുമ്പോൾ കഅബ ഷരീഫിൻ്റെ മുറ്റത്ത് സഹാബാക്കളുടെ നടുവിൽ തങ്ങൾ നിൽക്കുകയാണ്. അവരെല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി അവസരം കാത്ത് ഫുദാല നിന്നു. കുറേ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തങ്ങൾ അരികിലേക്ക് ഫുദാല ചെന്നു. കണ്ടപാടെ തങ്ങൾ ചോദിച്ചു, ഹല്ലന്ത ഫുദാല, നീ ഫുദാലയല്ലേ? അതെ, ഞാൻ ഫുദാലയാണ്. നിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ, നിൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടല്ലോ, എന്താണ് ഫുദാല? ഇല്ല നബിയെ, എനിക്കൊരു ടെൻഷനുമില്ല, ഞാൻ ദിക്ർ ചൊല്ലുകയാണ്. ഫളഹിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടിട്ട് ചിരിച്ചു. എന്നിട്ട് ഫുദാലയുടെ നെഞ്ചിലേക്കൊന്ന് തടവി. അവിടുത്തെ അനുഗ്രഹീതമായ കരങ്ങൾ കൊണ്ട് ഫുദാലയുടെ നെഞ്ചിലൊന്ന് തടവിയ പാടെ ഫുദാലയുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയുണ്ടായി. തങ്ങളുടെ കൈയുടെ പ്രത്യേകത അതാണല്ലോ. കമ്മബറഅത്ത് വസിബം ബില്ലം സിറാഹത്തുഹു വഅത്ലഖത്ത് അരിബം മിൻ ദിബഖത്തിൽ അലമി. എത്രയോ രോഗികൾക്ക് അവിടുത്തെ അനുഗ്രഹീതമായ കൈകൾ കൊണ്ട് ശിഫ ലഭിച്ചിട്ടുണ്ട്. എത്രയോ ഭ്രാന്തന്മാർക്ക് അവിടുത്തെ തലോടൽ കൊണ്ട് ഭ്രാന്ത് മാറിയിട്ടുണ്ട്. എത്രയോ വിഷമത്തിൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ ജീവിച്ചവർക്ക് തങ്ങളുടെ ഒരു കരസ്പർശം കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറിയിട്ടുണ്ട്, സന്തോഷവാന്മാരായിട്ടുണ്ട്. തങ്ങളുടെ കൈയുടെ മുഅ്ജിസതാണ്. ഈ ഫുദാലയുടെ ഹൃദയത്തിൽ നിന്ന് തടവിയതും ഫുദാലയുടെക്ക് വല്ലാത്ത മനസ്സാന്തരമുണ്ടായി. ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിവർത്തനത്തിൻ്റെ പടഹദ്വൻ മുഴങ്ങി. അയാൾ ഉടനെ പറഞ്ഞു, നബിയെ, ഈ നിമിഷം വരെ ലോകത്തെനിക്ക് ഏറ്റവും വലിയ ശത്രുതയുണ്ടായിരുന്നത് അങ്ങയുടായിരുന്നു. എനിക്ക് ലോകത്തേറ്റവും വെറുപ്പുള്ള മുഖം താങ്കളുടെ മുഖമായിരുന്നു. എന്നാൽ താങ്കളുടെ കരങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് പാടെ എൻ്റെ മനസ്സങ്ങ് മറിഞ്ഞിരിക്കുന്നു. ഈ നിമിഷം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ താങ്കളാണ്. എനിക്ക് കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന മുഖം താങ്കളുടെ മുഖമാണ്. അതുകൊണ്ട് അല്പം മുമ്പ് ഞാൻ വ്യാജമായി ഷഹാദത്ത് കലിമ ചൊല്ലിയെങ്കിൽ ഇന്ന് അങ്ങയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഉറപ്പായി, ഞാൻ ആത്മാർത്ഥതയോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളോട് കാണിച്ച കാരുണ്യത്തിന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ ഹബീബിൻ്റെ അധ്യായം തുറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളെ അകത്ത് നിർത്തുന്നതിന് പകരം ചേർത്ത് നിർത്തിയപ്പോൾ അവർ എല്ലാവരും മിത്രങ്ങളായി മാറുന്നൊരു കാഴ്ച. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ നമുക്കറിയാം. മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവായിരുന്നു. മുനാഫിക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ മദീനയിൽ പള്ളിയിൽ നിസ്കരിക്കുമ്പോഴും അവരോടൊപ്പം നിൽക്കുമ്പോഴും ഏതെല്ലാം വിധേന മുസ്ലിമീങ്ങൾക്ക് പരാജയം കൊടുക്കാൻ കഴിയുമോ, മുസ്ലിമീങ്ങൾക്ക് നാശമുണ്ടാക്കാൻ കഴിയുമോ, നബിതങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ, ആ നിലയിലൊക്കെ പരിശ്രമിച്ച ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. ഖുർആൻ എടുത്തു പറഞ്ഞു, ഉബയ്യ് ഇബ്നു സലൂൽ മരണപ്പെട്ടപ്പോൾ ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ, നബിയെ, ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പോലെയുള്ള മുനാഫിക്കുകൾ മരണപ്പെടുമ്പോൾ അങ്ങ് നിസ്കരിക്കരുത്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ മയ്യത്തിൻ്റെ അരികിൽ നിന്നപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുപ്പായം പിടിച്ചു വലിച്ചു, നബി തങ്ങളെ നിസ്കരിക്കരുതെന്ന്. അത്ര മുസ്ലിമീങ്ങൾക്കോട് ശത്രുതയുണ്ടായിരുന്ന മുനാഫിക്ക്. പക്ഷേ അയാൾ മരണപ്പെടുന്ന സമയത്ത് അയാളുടെ ഒരു മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരും അബ്ദുല്ല എന്നാണ്. അദ്ദേഹം വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അഅ്തിനി ഖമീസ, അങ്ങ് ധരിച്ച അങ്ങയുടെ ശരീരത്തിനോട് ചേർന്ന് കിടന്ന ഒരു ഖമീസ് എനിക്ക് തരുമോ നബിയെ? എൻ്റെ ഉപ്പയെ കഫം പൊതിയുവാൻ വേണ്ടിയാണ്.
അതിൻ്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും എൻ്റെ ഉപ്പ നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഖുർആൻ എടുത്തു പറഞ്ഞ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്ന ആ മുനാഫിഖിൻ്റെ മകൻ വന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ ധരിച്ചിരുന്ന കുപ്പായം ഊരി അബ്ദുല്ലാക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എല്ലാവരിലേക്കും ലഭിച്ചു. ശത്രുക്കൾക്ക് പോലും നബി തങ്ങളുടെ കാരുണ്യം ആസ്വദിക്കാൻ കഴിഞ്ഞുവെങ്കിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും കാരുണ്യമാണ് നബിയെ അങ്ങെന്ന് ഖുർആൻ പറഞ്ഞത് എത്ര അർത്ഥവത്താണ്.